മഞ്ഞു പെയ്യുന്ന ഈ തണുത്ത രാത്രിയിൽ ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും ഇറങ്ങുകയാണ്. വൈപ്പിൻകരയിലെ പ്രധാനപ്പെട്ട കുറച്ചു പള്ളികളിലെ പുൽക്കൂട് കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക്. ഞാൻ ആദ്യമെത്തിയത് എൻ്റെ ഇടവകയായ ഞാറക്കൽ സെൻറ് മേരീസ് ചർച്ചിലേക്കാണ്. അവിടുത്തെ മനോഹരമായ പുൽക്കൂട് കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. രണ്ടാമതായി ഞാൻ എത്തിയത് മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിലേക്കാണ്. അവിടുത്തെ പുൽക്കൂട് കാഴ്ചകളിലേക്ക്. മൂന്നാമതായി ഞാനെത്തിയത് സാഞ്ചോപുരം ചർച്ചിലേക്കാണ്. നാലാമതായി ഞാനെത്തിയത് വാടേൽ പള്ളിയിലായിരുന്നു. അവിടുത്തെ മനോഹരമായ പുൽക്കൂട് കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. അവിടെ പലതരം പുൽക്കൂടുകളായിരുന്നു. ഓരോ യൂണിറ്റുകളെയും ബ്ലോക്കുകളായി തിരിച്ച് പുൽക്കൂട് മത്സരം അവർ നടത്തിയിരുന്നു. അവിടുത്തെ ഓരോ പുൽക്കൂടുകളുടെയും കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു പുൽക്കൂടും തികച്ചും വ്യത്യസ്തമായ ഒരു പുൽക്കൂട് തന്നെയായിരുന്നു മഞ്ഞനക്കാട് പള്ളിയിലും കാണാൻ സാധിച്ചത്.
ആറാമതായി ഞാനെത്തിയത് കർത്തേടം പള്ളിയിലാണ്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയം. നല്ല ഭക്തജന തിരക്ക്. അതിൻ്റെ ഇടയിലൂടെ പള്ളിയുടെ അകത്തേക്ക്, പള്ളിയുടെ അകത്ത് മനോഹരമായൊരു പുൽക്കൂട്. കാണുന്ന ഓരോ പുൽക്കൂടുകളും വ്യത്യസ്തത നിറഞ്ഞത് തന്നെയായിരുന്നു. കർത്തേടം പള്ളിയിലെ പള്ളിക്കകത്തുള്ള ഈ പുൽക്കൂടും അതുപോലെ തന്നെ. ഏഴാമതായി ഞാനെത്തിയത് വളപ്പ് നിത്യസഹായമാത പള്ളിയിലാണ്. അവിടുത്തെ പുൽക്കൂട് ഒന്ന് കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ്. അനങ്ങുന്ന മാലാഖയും വലിയ രൂപങ്ങളും വളരെ വ്യത്യസ്തത നിറഞ്ഞത് തന്നെയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പുൽക്കൂടുകളും തന്നെ വളരെ വലിപ്പമുള്ളവയാണ്. നേരിൽ കണ്ടാൽ മാത്രമേ അതിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എട്ടാമതായി ഞാനെത്തിയത് ഓച്ചന്തുരുത്ത് കുരിശിങ്കൽ പള്ളിയിലേക്കാണ്. അവിടുത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക്. പായ്വഞ്ചിയും നക്ഷത്രങ്ങളിലുണ്ടാക്കിയ പുൽക്കൂടുകളും ദീപാലങ്കാരവും ഒക്കെ മനോഹരം തന്നെയായിരുന്നു. ഒമ്പതാമതായി ഞാനെത്തിയത് പെരുമാൾപ്പടി പള്ളിയിലാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ. പത്താമതായി ഞാനെത്തിയത് ഞാറക്കലിലെ ക്രിസ്തുരാജ ദേവാലയത്തിലാണ്. അവിടുത്തെ പുൽക്കൂട് കാഴ്ചകൾ, അതോടൊപ്പം ട്രീയും നക്ഷത്രങ്ങളും എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു. രാത്രി ഒത്തിരി വൈകിയതിനാലും പ്രാർത്ഥനകൾ കഴിഞ്ഞ് ദേവാലയങ്ങൾ അടച്ചതിനാലും ഒത്തിരി പുൽക്കൂടുകളുടെ വീഡിയോകൾ എടുക്കുവാൻ സാധിച്ചിട്ടില്ല. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് വിജേഷ്.